കുറേ ദിവസത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത് അല്ലേ. ഈ ഡേറ്റ് ഞാനൊരു ന്യൂസ് കണ്ടു. അതായത് ആമസോണിൽ 1,00,000-ലധികം പേർക്ക് ജോലി നഷ്ടപ്പെട്ടതും അതുപോലെ അവർ 7.5 ലക്ഷത്തോളം റോബോട്ടുകൾ അവരുടെ വെയർ ഹൗസിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഡിപ്ലോയ് ചെയ്തത് ഒക്കെ ആയിട്ട്. അപ്പോൾ ആ ഒരു വെയർ ഹൗസിന്റെ പുറത്ത് കുറെ ആളുകൾ നിന്ന് കരയുന്നത് കാരണം ജോലി നഷ്ടപ്പെട്ടത് കൊണ്ടുവരാം. അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ആമസോണിൽ കുറേ പേര് ജോലി ചെയ്തിരുന്നു. ആ ഒരു മാനുവൽ ജോലികളെ അല്ലെങ്കിൽ മനുഷ്യൻ ചെയ്തിരുന്ന കുറേ അധികം ജോലികളെ എന്ത് ചെയ്തു, റോബോട്ടിനെ ഏൽപ്പിച്ചു. റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന ടാസ്കുകളെ എല്ലാം എല്ലാ കമ്പനികളും ഇനി ഇതുപോലെ ഓട്ടോമേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഒരു ബിസിനസ്സിൽ ഏതൊരു ബിസിനസ് എടുത്താലും അതിൽ 50%-ലധികം, ചിലപ്പോൾ അതിൽ 70-80% വരാം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. ആ കാര്യങ്ങൾ നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഇനി മാർക്കറ്റിൽ പിടിച്ചെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കോസ്റ്റ് കുറക്കാൻ പറ്റുള്ളൂ, അതിനോടൊപ്പം തന്നെ ആ പ്രോഫിറ്റ് കൂട്ടാനും പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആമസോൺ ചെയ്തതുപോലെ ഇവിടെ ഓരോ കമ്പനികളും ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ പറയുന്നത് ഒരു ചെറിയൊരു കടക്കാരൻ ചെയ്യും അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുമെന്നല്ല, കുറച്ച് വൈഡായിട്ട് ഒരു മീഡിയം അല്ലെങ്കിൽ കുറച്ച് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ കുറേ കാര്യങ്ങൾ നമുക്കത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഫസ്റ്റ് ആയിട്ട് വരുന്നത് മാർക്കറ്റിങ്ങിലാണ്, പിന്നെ സെയിൽസിൽ കുറേ കാര്യങ്ങൾ ചെയ്യാം, HR ചെയ്യാം, അക്കൗണ്ട്സിൽ കുറേ കാര്യങ്ങൾ ചെയ്യാം, അതുപോലെ തന്നെ AI-യുടെയും മറ്റുള്ളതിൻ്റെയൊക്കെ ഇൻഫ്ലുവൻസ് വരുന്നത്. അപ്പോൾ ഈ രൂപത്തിൽ എൻ്റെ ഈ ഒരു കേസിൽ എടുത്തു കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങളെ പോലുള്ള ബിസിനസ്സുകൾക്ക് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പോലുള്ളതാണെങ്കിലും എന്ത് തന്നെ ആണെങ്കിലും നമ്മുടെയൊക്കെ എല്ലാം കൂടുതൽ വരുന്ന എൻക്വയറീസും കാര്യങ്ങളും എല്ലാം വാട്സപ്പ് വഴിയായിരിക്കും. വാട്സപ്പ് വഴി കുറേ വരുന്നുണ്ടാവും, കോളിൽ ഉണ്ടാവാം. അപ്പോൾ ഈ വാട്സപ്പ് വഴി വരുന്നത് അല്ലെങ്കിൽ മറ്റുള്ള രൂപത്തിൽ വരുന്നത് നമ്മൾ വാട്സപ്പിലേക്ക് കൊണ്ടുവന്നു. എന്തുകൊണ്ട് വാട്സപ്പിലേക്ക് കൊണ്ടുവരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന, ആളുകൾക്ക് കൺവീനിയന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അവിടെ നമ്മൾ ഈ കാര്യങ്ങൾ ഓട്ടോമേറ്റ് ചെയ്തിടുക. ഇതെല്ലാ ബിസിനസ്സുകൾക്കും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങളുടെ ബിസിനസ്സിൽ എത്രത്തോളം പറ്റുമെന്ന് അത് നിങ്ങൾ ആലോചിച്ചാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. കാരണം എല്ലാവർക്കും നടന്നോളണമെന്നില്ല. പക്ഷേ ഒട്ടനവധി മേഖലകൾക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആമസോണിന്റെ കേസ് എടുത്ത് ഞാൻ പറഞ്ഞു, കുറെ പേർക്ക് ജോലി നഷ്ടമായി, ഒന്നും ചെയ്യാനില്ല. പക്ഷെ ആമസോൺ പറയുന്ന ഒരു സംഭവം ഉണ്ട് അവിടെ, അത് ജോലി നോക്കുന്നവർക്കാണ് അത് ഉപകാരപ്പെടുന്നത്. അതായത് ഈ ജോലി നഷ്ടപ്പെട്ടാലും 700ഓളം സെഗ്മെന്റുകളിൽ പുതിയ ജോലികൾ വരുന്നുണ്ട് എന്നാണ്. 700 ജോലിയല്ല, 700ഓളം വിഭാഗങ്ങളിൽ ജോലി വരുന്നുണ്ട്. അതായത് 1,00,000 പേർക്ക് ജോലി നഷ്ടപ്പെട്ടാലും അത് ചിലപ്പോൾ എന്ത് ചെയ്യാം, 2 ലക്ഷത്തോളം ആയിട്ട് വരാം, അല്ലെങ്കിൽ ഈ 1,00,000-ലധികം ആളുകൾക്ക് വീണ്ടും ജോലി കിട്ടാം. എങ്ങനെയാണ് അവര് ചേഞ്ച് ചെയ്യാൻ റെഡി ആയിട്ടുള്ളവരായിരിക്കണം. ഈ ഒരു AI-യുമായിട്ടും ഓട്ടോമേഷനും ഇതായിട്ടും എല്ലാം അവർ പുതിയ സ്കില്ലുകൾ പഠിച്ചിട്ടും പുതിയ സ്കില്ലുകൾ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർക്ക് മാത്രമേ നടക്കുള്ളൂ. അപ്പോൾ പുതിയ മാറ്റങ്ങൾക്ക് നിങ്ങൾ തയ്യാറാവുക. ഈ കാണുന്ന ബിസിനസ്സുകൾക്കെല്ലാം ഒരു അടുത്ത 2-3 വർഷത്തിനുള്ളിൽ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കും. നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ പ്രത്യേകിച്ച്. കാരണം ഞാൻ ഒരു വാട്സപ്പിന്റെ ഒരു ഇതെടുത്ത് നോക്കുമ്പോൾ ഇതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം രൂപത്തിൽ, അല്ലെങ്കിൽ ഇതൊരു മെയിലിനേക്കാൾ കൂടുതൽ ഇതിന് ഇൻഫ്ലുവൻസ് വരുമെന്നാണ് പറയുന്നത്. അത്രയധികം ചേഞ്ചസ് ആണ് ഇനി വരാൻ പോകുന്നത്. ഈവൻ നമുക്കൊരു ടിക്കറ്റ് ബുക്കിംഗ്, അതുപോലെ അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ്, പിന്നെ അതുപോലുള്ള കുറേ കാര്യങ്ങൾ ഇനിയിപ്പോൾ നമുക്ക് വാട്സപ്പിലൂടെ ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, ഡൽഹി മെട്രോയുടെ, കൊച്ചിൻ മെട്രോ, അതുപോലെ ബാംഗ്ലൂർ മെട്രോയുടെ എല്ലാം ടിക്കറ്റ് ബുക്കിംഗ് എല്ലാം വാട്സപ്പ് വഴി. ഇതുപോലെ കുറേ കാര്യങ്ങൾ, ഇപ്പം ബാങ്കിന്റെ കുറേ കാര്യങ്ങൾ വാട്സപ്പ് വഴി ചെയ്യാൻ പറ്റും. നമുക്ക് ചെറുകിടക്കാർക്കും ഇഷ്ടംപോലെ അവസരങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാവണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ നിങ്ങളെ മൈൻഡ് സെറ്റ്, നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് കൂടി ഉണ്ടാവുക. കൂടുതൽ നീട്ടുന്നില്ല. ഈ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോയിൽ പങ്കുവച്ചത്. താങ്ക് യു.